ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? എന്നാലും എന്തിനമ്മേ തല്ലി? അവളുടെ സംസാരം കൂടിയപ്പോ നവീന് നീ പ്രസവിച്ചതല്ലോ എന്ന് ഞാനൊന്ന് ചോദിച്ചു. അതിനാ അവളെന്നെ തല്ലിയത്. അവൾക്കുള്ളത് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നെ തല്ലി അവളുടെ കൈയുണ്ടല്ലോ, അത് അനങ്ങാൻ പറ്റാത്ത വിധത്തില് ആക്കിക്കളയും ഞാൻ. അവള് കളരിക്കൽ തറവാട്ടിലേക്ക് രണ്ടാം ഭാര്യയെ കയറി വന്നവളല്ലേ. ഞാൻ കളരിക്കൽ തറവാട്ടില് ജനിച്ചു വളർന്നവളാ. ആ അവകാശം നിർമ്മലയ്ക്ക് തന്നെയാ കൂടുതല്. അതവളെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും, ഒട്ടും വൈകാതെ. എത്തിയോ? ആ, ഞങ്ങളിവിടെ എത്തി. എന്നാ നീ ജംഗ്ഷനിലോട്ട് വാ, ഞാനിവിടെ ഉണ്ട്. ആ മോളോ മോന എവിടെ? അവളെ ബാങ്കിനകത്തോട്ട് കയറിയിട്ടുണ്ട്. കുറെ നേരമായി പോയിട്ട്. അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അകത്തോട്ട് കയറി പോകുമ്പോ ആരെയും കണ്ടില്ല. ഇനിയിപ്പോ ഇറങ്ങി വരുമ്പോ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. ഇവളുമാർക്കൊക്കെ നല്ല കണക്ഷൻ അല്ലേ? അവൾ ഇറങ്ങി വന്നാൽ അവളെ പിടികൂടണം. ഒരു കാരണവശാലും അവള് നമ്മളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകരുത്. അതല്ലേ നിങ്ങൾ പറഞ്ഞ ആള്? ഹലോ, കോണ്ടാക്ടർ അല്ലേ? ഞാൻ സുന്ദരിയാ. ഗോപാലമ്മ, എന്തായാലും അവളിന്ന് പിടിക്കണം. എന്തായി വീടിന്റെ കാര്യം? എല്ലാം ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ നമുക്ക് പണം കൊടുക്കാം. 10 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കാനുള്ളതാ. പിന്നെ എങ്ങനെ അവളെ വിടുക? അതിനടുത്ത ദിവസം രജിസ്റ്റർ ചെയ്യാലോ. മോന വാ. വീട് ശരിയായ പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് താമസം മാറും. ഈ നാട്ടിൽ എനിക്കിനി നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ബാങ്കിൽ കിടന്ന പണം മൊത്തം പിൻവലിക്കാൻ വന്നതാ. അത് കഴിഞ്ഞാ പിന്നെ ഈ സിറ്റിയിൽ ഒരുത്തനും എന്നെ കാണാൻ പോകുന്നില്ല. എന്താടാ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യില് കാശുണ്ട്, എത്ര വേണമെങ്കിലും ഉണ്ട്. പറ്റിച്ചവരുടെ കാശ് കൊടുക്കാൻ നീ ഇവിടുന്ന് പോകില്ല സുന്ദരി. മോളെ, മോളെ, മോള് മമ്മിയെ വെറുക്കരുത്. മോള് മമ്മിയോട് പിണങ്ങിയ പിന്നെ മമ്മി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലണ്ടാവും. മോളെ, മമ്മി മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. നിന്റെ നന്മ മാത്രമല്ലേ മമ്മി ആഗ്രഹിക്കുക. മോള് മമ്മിയോട് സംസാരിക്കാതിരിക്കരുത്. ഗാഥ മാഡം, മമ്മിയോട് സംസാരിക്കേ. എത്ര നേരമായി മാം ഇവിടെ ഇരുന്ന് കരയണമെന്ന് അറിയോ? നോക്കുമോളെ, മമ്മി മമ്മിക്കായിട്ട് സ്വപ്നങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. മമ്മിയുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നീ നിന്റെ വളർച്ചയും മാത്രമാണ്.
ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നതൊക്കെ നിനക്ക് വേണ്ടി മാറ്റിവെച്ചതും മറന്നതോ മമ്മി. മോള് മമ്മിയുടെ പിണങ്ങല്ലേ മോളെ. ഒരു വാക്കെങ്കിലും മമ്മിയോട് പറഞ്ഞേ. ഓക്കെ, മമ്മി നിനക്ക് വേണ്ടെങ്കിലേ ഈ സിത്താര ശ്രീനിവാസനെ ഈ ലോകത്തിന് തന്നെ വേണ്ടെന്നർത്ഥം. മോളെ, നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഈ ലോകത്ത് ആരുടെ മുമ്പിലും ഈ മമ്മി തോൽക്കില്ല, നിന്റെ മുന്നിലൊഴിച്ച്. പ്ലീസ് മോളെ, പ്ലീസ്. ഇവളെന്താ സിനി എന്നെ മനസ്സിലാക്കാത്തത്? എനിക്കൊന്ന് ഉറങ്ങണം. മാം, ഗാഥ മാഡം ഉറങ്ങട്ടെ, നമുക്ക് പുറത്തേക്ക് പോവാം. മാം പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മാം, ഗാഥ മാഡത്തിന് അങ്ങനെ സ്ഥിരമായി മാമിനോട് പിണങ്ങാനൊന്നും പറ്റില്ല. ഇതിപ്പോ മനസ്സിലെ വാശി തീരാത്തോണ്ടാ. അവളുടെ വാശി എനിക്കറിയാം സിനി. അത് തന്നെയാണ് എന്നെ പേടിപ്പിക്കുന്നത്. ധിക്കരിക്കാൻ തീരുമാനിച്ച ഞാൻ ചിന്തിക്കുന്ന വഴികളിലൂടെ ഒരിക്കലും അവള് നടക്കില്ല. എതിരായിട്ടേ നടക്കും. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നതെന്ന്. സിത്താരയ്ക്ക് വേണമെങ്കിൽ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാലോ എന്നൊക്കെ. പക്ഷെ ഞാനത് ചിന്തിച്ചില്ല. എനിക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ അതിന്റെ മകൾക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിച്ചു. അവളെ വളർത്തുക, അവളെ കണ്ടോണ്ടിരിക്കുക, അതൊക്കെ തന്നെ ആയിരുന്നില്ല സിനി ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന സന്തോഷം. അവൾക്കൊരു ഇഷ്ടമുണ്ട്. അതിന്റെ കാരണക്കാരി ഞാൻ തന്നെയാ. ഞാൻ തുടങ്ങി വെച്ചൊരു പ്രപ്പോസലാ ഇത്. പക്ഷെ അന്ന് അതിന്റെ ഭീകരത എനിക്കറിയില്ലായിരുന്നു. കൺമുന്നിൽ ഇത്രത്തോളം ലക്ഷണങ്ങൾ കണ്ടിട്ടും പിന്നെയും ഞാനത് നടത്താന്ന് പറഞ്ഞ വെറുക്കട്ടെ, എന്നെ എന്റെ മോള് വെറുക്കട്ടെ. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നെ തിരിച്ചറിയും.